നമഃ ശിവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി. അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥം അകൃതപുണ്യഃ പ്രഭവതി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാത് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ജാഗലേയ. ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതോസ്മി. ഭഗവൻ നാമാവലി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. ഞാൻ ചൊല്ലിത്തരാം, ഏറ്റു ചൊല്ലുക. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. നന്ദകുമാര നവനീത ചോര നന്ദകുമാര നവനീത ചോര ഹൃദയ വിഹാര ബഡാ ചിത്ത ചോര ഹൃദയ വിഹാര ബഡാ ചിത്ത ചോര. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. പതിനേഴാമത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ തുടക്കം കുറിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വമുണ്ടെന്നുള്ളതിന് തെളിവ് നാം എല്ലാം ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലും മഹത്വത്തിൻ്റെ കണികയില്ലെങ്കിൽ ഇവിടെ വരണമെന്നേ തോന്നില്ലല്ലോ. മഹത്തായതിനെ എപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടും. കടൽ വളരെ അപാരമായ ഒന്നാണ്. പാരാവാരം എന്നാണ് പറയുക കടലിന്. നോക്കിയാലും അക്കരെ കാണില്ല. അതാണ് പാരാവാരം. എത്ര നോക്കി നിന്നാലും മതിയാവില്ല. അതുപോലെ മലകൾ
എത്ര നേരം നോക്കി നിന്നാലും മലകളുടെ ആ ഒരു ഗാംഭീര്യം നോക്കി മതിയാവില്ല. ഇതൊക്കെ ലൗകിക വസ്തുക്കൾ. ഈ ലൗകിക വസ്തുക്കൾക്ക് ഈ ഒരു ആകർഷണശക്തി ഉണ്ടായത് അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവിൻ്റെ മഹത്വം കൊണ്ടാണ്. നല്ല ചിത്രകാരനാണ് പടം വരച്ചതെങ്കിൽ ആ ചിത്രം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? ആ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുടെ മഹത്വം കൊണ്ട്. ശ്രീമദ് ഭാഗവതത്തിനൊരു മഹത്വമുണ്ട്. എന്താണ് മഹത്വം? നമ്മെ ഉയർത്തുന്നു, അതാണ് മഹത്വം. അല്ലെങ്കിൽ നമുക്ക് എന്താ അതിൽ താല്പര്യം? നമുക്ക് ഭാഗവതത്തോടുള്ള അടുപ്പത്തിന് കാരണം അത് നമ്മെ ഉയർത്താണ്. നാം നമ്മെപ്പറ്റി ധരിച്ചിരിക്കുന്ന സാധാരണ ധാരണ മാറി ഭാഗവത ശ്രവണത്തിൻ്റെ ഫലമായി പുതിയൊരു ഞാൻ ഉത്ഭവിക്കുകയാണ്. പുതിയൊരു ഞാനല്ല, പഴയ ഞാൻ തന്നെ അറിയണില്ല എന്നെഴുതാം. നിലവറയിൽ നിന്ന് ഉരുളി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു. ഗോപാലൻകുട്ടി പോയിട്ട് അവിടെ ചെന്നു, ടപ്പേന്ന് മടങ്ങി വന്നു. ഉരുളിയും ഇല്ല, കിണ്ടിയില്ല എന്ന് പറഞ്ഞു. നീ അവിടെ പോയില്ലേ? പിന്നെയോ? പിന്നെ എന്താ ഇല്ല എന്ന് പറഞ്ഞു വരണേ? അവിടെ ഒന്നും കണ്ടില്ല. ടോർച്ചമത്തെ കൊണ്ടുപോയോ? അത് പറഞ്ഞില്ലല്ലോ. നിലവറയിൽ വെളിച്ചല്ല. അപ്പോൾ ടോർച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അതെങ്ങനെയാണ് കാണുക? ടോർച്ചാണ് നമ്മളിന്ന് തെളിയിച്ച വിളക്ക്. ഇതുപോലെ സത്യം എന്താണ് എന്നറിയും വരെ അസത്യത്തിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കും. സ്വപ്നം എപ്പോഴാണ് യഥാർത്ഥമല്ല എന്ന് തോന്നുക? കേമായിട്ട് തൃശ്ശൂർപൂരം അരങ്ങേറാണ്. സ്വപ്നത്തിലെ പെരുമനംകുട്ടന്മാരൊക്കെ പൊടി പൊടിക്കുന്നുണ്ട് ചെണ്ടമേളം. ഉറക്കത്തിൽ തന്നെ തലയാട്ടി ജില്ലമ്പടപട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എണീറ്റു. കണ്ണു മിഴിച്ചപ്പോൾ എന്ത് കുട്ടന്മാരാൽ, എന്ത് എലഞ്ഞിത്തറ, എന്ത് ആന, എന്ത് തൃശ്ശൂർപൂരം, ഒന്നുമില്ല. ഇവിടെ ഉണർന്നു എന്നതാണ് കണ്ടതെല്ലാം സ്വപ്നം എന്ന് മനസ്സിലായത്. ഇത് കുറേ കൂടി വിപുലമായ ക്യാൻവാസിൽ വരച്ചിരിക്കുകയാണ് ഭാഗവതത്തിൽ. എത്ര ത്രിസർഗോ മൃഷ. സ്വാമിജി വളരെ സമയമെടുത്ത് ആദ്യത്തെ ശ്ലോകം എന്ന് വ്യാഖ്യാനിച്ചു. ജന്മാദ്യസ്യയതഃ എന്ന് പറഞ്ഞ് സത്യം പരം ധീമഹി എന്നതിൽ അവസാനിക്കുന്ന ആ ശ്ലോകം നമുക്ക് മനസ്സിലാക്കി തന്നു അദ്ദേഹം. സത്യമെന്ത് എന്ന് അറിയണമെങ്കിൽ കണ്ടത് അസത്യമാണ് എന്ന് ബോധ്യം വരണം. അസത്യം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടതല്ലേ? കണ്ടതാണ്, പക്ഷേ ഇപ്പം ഇല്ലല്ലോ. ദൃഷ്ട നഷ്ട സ്വഭാവം എന്ന് പറയും. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് പലതും കാണാനും അത് വിശ്വസിക്കാനും, പലതും കേൾക്കാനും അത് വിശ്വസിക്കാനും ഉള്ളൊരു രീതിയാണല്ലോ ഉള്ളത്. എന്നാൽ അതൊക്കെ നീക്കി കൊയ്തെടുത്ത നെല്ല് അതേപടി പത്തായത്തിലിടില്ലല്ലോ. കാറ്റത്തിട്ട് പതിരൊക്കെ ആറ്റി മാറ്റി നല്ല മുഴുത്ത മണി മാത്രമല്ലേ ഉണക്കി പത്തായത്തിലിടൂ. അങ്ങനെ മുഴുത്ത മണി, നാം സൂക്ഷിക്കേണ്ടുന്ന മുഴുത്ത മണി, അതാണ് ഭാഗവതത്തിലെ 2ാമത്തെ ശ്ലോകത്തിൽ തന്നെ വേദ്യം വാസ്തവം അത്ര വസ്തു വിശദം താപത്രയ ഉന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി. അതും ഇതും വായിച്ചിട്ടെന്ത് കാര്യം? ആഴക്കുവറ്റടിയിലുള്ളതിൽ ആശ വച്ചിട്ട് 7-8 ജലം വെറുതെ കുടിച്ചു എന്നൊരാൾ സങ്കടപ്പെട്ടു അത്രേ. അടിയിൽ വറ്റുണ്ട്, ഇങ്ങനെ കഞ്ഞിവെള്ളം തേവി കുറേ കഴിയുമ്പോൾ അടിയിൽ വറ്റേണ്ടത് കാണാമെന്ന്. അപ്പോഴേക്കും വയറ് നിറഞ്ഞു.
കുനിയാൻ വയ്യ, മൂക്കിൽ കൂടി കഞ്ഞിവെള്ളം പുറത്തേക്ക് വരും. അപ്പം അയാൾ കടലാസ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അതിലെഴുതി ആഴക്ക് വറ്റ് അടിയിലുള്ളതിൽ ആശ വെച്ചിട്ട് 7-8 അടങ്ങഴ ജലം വെറുതെ കുടിച്ചു. ഒരുപാട് പുസ്തകങ്ങളുള്ളൊരു ലൈബ്രറിയിൽ 3 നിലയാണ് കെട്ടിടം. ലിഫ്റ്റ് വെച്ചിട്ടാണ്. എല്ലാ മോഡേൺ എക്വിപ്മെൻറ്റ്സും ഉപയോഗിച്ച് ഏത് കാറ്റഗറിയിൽപ്പെട്ട പുസ്തകം വേണം, ആ പർട്ടിക്കുലർ ആഥറുടെ ബുക്കുണ്ടോ, അതൊക്കെ നോക്കി അതെവിടെയാണ് എടുക്കാൻ പറ്റുക, ഇത്രയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമെല്ലാമുള്ള ഒരു വായനശാല പോലും ലൈബ്രറി പോലും നമ്മുടെ വിജ്ഞാനദാഹം തീർക്കണില്ല. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിധി, ആ നിധിയെ മറന്ന് അവിടെ ഇവിടെയും തേടിയിട്ട് എന്ത് കാര്യം? മഹാമുനികൃതേ, ഒരു മുനി എന്നല്ല പറഞ്ഞത്, മഹാമുനി. മുനി ആരാ? ലോകത്തിൽ മുനിയെ പ്രസവിക്കുന്ന അമ്മമാരെന്നൊരു കാറ്റഗറി ഉണ്ടോ? ഇല്ലല്ലോ. ഇതാ പോണില്ലേ അമ്മിണിയമ്മ, അവർ മുനിയെ പ്രസവിക്കുന്നവരാ. അങ്ങനെ പറയാൻ പറ്റുമോ? അമ്മിണിയമ്മ ജാനകിയമ്മയൊക്കെ നോക്കിയിട്ട് അവർ സാധാരണ ഒരു കുഞ്ഞിനെ പെറ്റ പോലെ പറ്റൂ. ആ കുഞ്ഞ് നല്ല സമ്പർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ മുനിയായി. കുറേ കഴിഞ്ഞപ്പോൾ അഡ്വാൻസ് ചെയ്തു, മഹാമുനിയായി. സംസർഗജാഹ ദോഷഗുണാഹ ഭവന്തി. സംസർഗം കൊണ്ടാണ്. തുലാവർഷ മഴ പെയ്യുമ്പോൾ സമുദ്രത്തിലെ ചിപ്പികൾ വായ തുറന്നിരിക്കും അത്ര. അതിലൊരു തുള്ളി വെള്ളം വേണ ടപ്പെന്ന് അടയും, കിവിട് പോവും, കടലിൻ്റെ അടിയിൽ പോവും. പിന്നീട് കാലാന്തരത്തിൽ അത് നന്മുത്തായി മാറും. എത്ര കോടാനുകോടി ജലബിന്ദുക്കൾ ആകാശത്തിൽ നിന്ന് തുലാവർഷ വേളയിൽ ഭൂമിയിലേക്ക് വരുന്നത്, അതിൽ എത്ര നന്മുത്തുകളുണ്ടാവുന്നു. സംസർഗജാഹ, സംസർഗം കൊണ്ട് ആ ഒരു പ്രത്യേക സമയം, പ്രത്യേക സ്ഥാനം, അവിടെ മാത്രമേ ഈ നന്മുത്തുണ്ടാവും. അതുപോലെ മഹാമുനിമാർ പഞ്ചായത്തിലെ 2000 പേര് ഒരു മഹാമുനിയെ കാണും. ആ വീട്ടിൽ ബീഡി വലിച്ച് നിൽക്കണില്ലേ, അയാളാണ് മഹാമുനി എന്നൊക്കെ പറഞ്ഞാൽ പറ്റുമോ? മഹാമുനിമാരെ അങ്ങനെ കാണില്ല. മഹാമുനിയെ ഒട്ടും കാണില്ല. ഇവിടുത്തെ ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. എത്ര കനത്തൊരു വാക്കാ മഹാമുനി. മുനിയാവാൻ തന്നെ എത്ര മെനക്കെടാ. അന്തർമുഖൻ, അതാണ് മുനി. ഇൻട്രോസ്പെക്റ്റീവ്. കാണുന്നതൊക്കെ എല്ലാവർക്കും കാണാം. കണ്ടതിൻ്റെ പിന്നിലുള്ള എന്താണ്, അതാണ്. ഇത് ആരുണ്ടാക്കി? നമുക്ക് ശരിക്കും പറഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട പോലെയായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹു ആർ യു? നീ ആരാ? കസ്ത്വം. സംസ്കൃതത്തിൽ ചോദിച്ചാൽ കസ്ത്വം, ഇംഗ്ലീഷിലാണെങ്കിൽ ഹു ആർ യു. ടപ്പെന്ന് എന്ത് ചോദ്യം? ഞാൻ വലിയ കനത്ത ചോദ്യം വല്ലതാണോ വിചാരിച്ചു. ഞാൻ VK ദാമോദരനാ. കഴിഞ്ഞോ പറയാനുള്ളതൊക്കെ? പിന്നെ വേറെ എന്താ പറയാനുള്ളത്? നീ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ക്ലീൻ ആയിട്ട് പറഞ്ഞു. ഈ VK ദാമോദരൻ ആരെ നോക്കിയാ വിളിക്കുക? എന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ബുക്കിലുണ്ട്, പാസ്പോർട്ടിലുണ്ട്, ആധാറിലുണ്ട്, പാൻ കാർഡിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട് ഈ VK ദാമോദരൻ. അതാണോ താൻ? ആർ യു റിയലി ദാറ്റ്? ഇതെന്ത് ചോദ്യ? ഞാനല്ലേ VK ദാമോദരൻ? ഇതേ ചോദ്യം ശങ്കരാചാര്യരോട് ചോദിച്ചു. അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ പോകുന്ന ഗുരു, ആ ഗുരുവിൻ്റെ മഹത്വം, ആ ഗുരുവിന് മറുപടി പറഞ്ഞ ശിഷ്യൻ്റെ മഹത്വം, ഇത് രണ്ടും വെളിപ്പെടുന്നു. ഞാൻ ആരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു.
നർമ്മദാ നദീ തീരത്ത് ഒരു ഗുഹയിലിരുന്ന് ഈശ്വരധ്യാനം ചെയ്യുന്ന ഗോവിന്ദ ഭഗവത്പാദർ, ചില്ലറ പുള്ളിയല്ല. അദ്ദേഹത്തിന് ഈ വന്ന ആളാരാ എന്നുള്ള വിവരം അറിയണം. എന്തിന്? എന്താ വല്ല കണക്കെടുപ്പ് നടത്തുക? എന്നോട് താൻ ആവശ്യപ്പെട്ടല്ലോ, എനിക്ക് സന്യസിക്കണം, എനിക്ക് മഹാവാക്യ ഉപദേശം വേണം. ഓരോ വേദത്തിലും വെവ്വേറെ മഹാവാക്യങ്ങളുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിൽ, അഹം ബ്രഹ്മ അസ്മി യജുർവേദത്തിൽ, തത്വമസി സാമവേദത്തിൽ, അയം ആത്മാ ബ്രഹ്മ അഥർവവേദത്തിൽ. എന്ന് വെച്ചാൽ മഹാവാക്യം എന്താ പേര്? ഇത്ര നീളമൊന്നുമില്ല ആ വാക്യത്തിന്. വാക്യത്തിൻ്റെ നീളമല്ല കാര്യം, അതിൻ്റെ ഉള്ളടക്കം. മത്തങ്ങയ്ക്ക് എന്ത് വലുപ്പം? വൈരക്കല്ലിന് എത്ര വലുപ്പമുണ്ട്? വൈരം പതിച്ചൊരു മോതിരം ഞാൻ ഗ്രഹപ്പഴ തീരുന്നു പറഞ്ഞു ജ്യോത്സ്യൻ. കടയിൽ ചെന്നു അന്വേഷിച്ചു. അയാൾ പറഞ്ഞു 50,000 മുതൽ വൈരം ഉണ്ട് ആണ്. 50,000? പൊള്ളാച്ചി മത്തങ്ങ ഇത്ര വണ്ണ, അതിനെന്ത് വില? 15 രൂപ പറയും, പെശക 12-നും കിട്ടും. എന്നാൽ അവിടെ നിന്ന് വാങ്ങി കയ്യിൽ ഒതുക്കില്ല, കഴുത്തിൽ കെട്ടിത്തൂക്കിക്കോളൂ എന്നല്ലേ പറയാം. അപ്പോൾ മഹാവാക്യം എന്ന് പറഞ്ഞാൽ വലുപ്പമല്ല, അക്ഷരങ്ങളുടെ എണ്ണമല്ല, അതിൻ്റെ അർത്ഥം. തത്വമസി, അക്ഷരം ചെറുതാണ്, വാക്യം ചെറുതാണ്, അതന്നെ പദച്ഛേദം ചെയ്യുമ്പോൾ 3. തത്ത് ത്വം അസി. മറ്റതോ അഹം ബ്രഹ്മ അസ്മി, അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഇതിനെയൊക്കെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയാം. ഇതിലേതെങ്കിലും ഒരു മഹാവാക്യം ഗുരുപദേശം മൂലം കിട്ടിയാൽ ഏകാന്തത്തിലിരുന്ന് അനുസന്ധാനം ചെയ്ത് സിദ്ധി വരുത്തിയാൽ അയാൾക്ക് ഈശ്വര ദർശനത്തിനുള്ള നില കൈവരണം. അത് അറിയാനായി ചോദിച്ച് കസ്ത്വം ഊവാറിയോ? അതറിഞ്ഞിട്ടാണ് ശങ്കരാചാര്യർ മറുപടി പറഞ്ഞത്. ഞാൻ കാലടിയിൽ നിന്ന് വരിക, കൈപ്പള്ളിയിൽ നിന്നല്ല പേര്, ശങ്കരൻ എന്നാണ് അച്ഛനമ്മമാരിട്ട പേര്, നമ്പൂരിയ. ഇതൊക്കെ നമ്മൾ പറയണോത്തില്ല, VK ദാമോദരൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അദ്ദേഹം അതല്ല പറഞ്ഞേ. ന ഭൂമി ന തോയം ന തേജോ ന വായു ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തൈകസിദ്ധ തദേകോ അവശിഷ്ട ശിവ കേവലോഹം. അന്തിമമായ ഉത്തരം എന്താ? അഹം ശിവ, ഞാൻ ശിവനാണ്. ധിക്കാരമല്ല. വടക്കനാഥൻ അമ്പലത്തിലെ ശിവനും താനും ഒന്നെന്നോ വിവരക്കേട് പറയേ, ദേഷ്യപ്പെടണ്ട, സത്യം അതാണ്. ആ ശിവനാണ് ശിവ കേവലോഹം. ഇത് എങ്ങനെ മനസ്സിലായി തനിക്ക്? ആദ്യം ഞാൻ കണ്ണാണോ, ഞാൻ മൂക്കാണോ, ഞാൻ കാതാണോ, നാവാണോ, ത്വക്കാണോ എന്നൊക്കെ വെവ്വേറെ എടുത്ത് പരിശോധിച്ചു. കണ്ണില്ലെങ്കിലും ഞാനുണ്ടല്ലോ, കാതില്ലെങ്കിലും ഞാനുണ്ടല്ലോ, മൂക്കില്ലെങ്കിലും ഞാനുണ്ടല്ലോ, ഏതില്ലെങ്കിൽ ഏതില്ല, അതല്ലേ നോക്കേണ്ടത്. അപ്പം ഇതൊക്കെ പോയാലും എന്തോ ഒന്നുണ്ട്, അത് ഞാൻ ഗവേഷണം ചെയ്തു എന്നാണ്. എന്നിട്ട് എന്ത് മനസ്സിലായി? സുഷുപ്തൈകസിദ്ധ. ഗാഠനിദ്രയിൽ ആണ്ട് കഴിഞ്ഞാൽ സ്വപ്നം പോലുമില്ല, ഒറ്റ തടി വെട്ടിയിട്ട പോലെ. സമയം കഴിഞ്ഞപ്പോൾ കണ്ണു മിഴിച്ചു. ഇപ്പോൾ രാത്രിയോ പകലോ ചോദിക്കുക, അത്രമേൽ അയാൾക്ക് സ്ഥലജലഭ്രമം. ഇത് വൈകുന്നേരമായി, 8 മണിയായി, കയ്യും കാലം കഴുകി വരൂ, അത്താഴം ഉണ്ണാൻ. ഒന്നും അറിഞ്ഞില്ല കേട്ടോ, സുഖമായിട്ട് ഉറങ്ങി. ഇതാണല്ലോ ആ നേരത്തെ പറയുന്ന വാചകം. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ആൾ ഒരു ജ്ഞാനം വെച്ചുകൊണ്ടാണല്ലോ പറയണേ.
എന്ത് ജ്ഞാനം? ആ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം ഏതാ? അതാണ് ശിവൻ. ശിവൻ ഞാനാണ്. എൻ്റെ ഉള്ളിലുള്ള ശിവൻ ഈ ദേഹം, പല കോശങ്ങൾ ചേർന്നതാണല്ലോ ദേഹം. പ്രാണമയകോശം, അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഒറയ്ക്കുള്ളിൽ ഒറ, അതിൻ്റെ ഉള്ളിലൊരൊറ, 5 ഒറ. 5 ഒറയുടെ ഉള്ളിൽ പഞ്ചകോശാന്തരസ്ഥിത എന്ന ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് പേര്. 5 കോശങ്ങളുടെ ഉള്ളിലാണ് നാം അറിയേണ്ടുന്ന യഥാർത്ഥ ഞാൻ. ഇത് നമുക്ക് വേദാന്തവാക്യങ്ങളിൽ കൂടി അറിയുന്നതിനേക്കാൾ എളുപ്പമാണ് പുരാണ കഥകളിൽ കൂടി അറിയുന്നത്. അതിനാണ് ഭാഗവതം എഴുതിയത് എന്ന് നമുക്ക് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ കാണാം. എല്ലാറ്റിനും ഒരു പ്രേരകൻ വേണം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളാണ് നാരദൻ. ചുക്കില്ലാത്ത കഷായമില്ല എന്ന പോലെ നാരദനില്ലാത്തൊരു സത്സംഗമില്ല. എവിടെ എവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നു അവിടെയെല്ലാം നാരദൻ്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടന്ന് സരസ്വതി നദീ തീരത്തിൽ എത്തിയപ്പോൾ ഈ മഹാമുനി പറഞ്ഞില്ലേ, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. ഈ മഹാമുനി എവിടെ ഇരിക്കുന്നു? അത് മറ്റാരുമല്ല, വേദവ്യാസ മഹർഷി. മഹർഷി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കണ്ടവനാ. ഋഷി എന്ന വാക്കിന് വാക്കർത്ഥം ഋഷിശ്ചകില ദർശനാത്, ദർശനം കൈവന്നവനാണ് ഋഷി. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ഋഷിയാവാൻ പറ്റില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം താൻ കണ്ടുവോ? അത് കണ്ടു. നമുക്കുള്ള നിയോഗം എന്താണെന്ന് അറിഞ്ഞു. വരാനിരിക്കുന്ന കലിയുഗത്തിൽ ജനങ്ങൾക്ക് ഈശ്വര അന്വേഷണം എന്നുള്ളത് വളരെ കമ്മിയാവും. അവർ ഈശ്വര അന്വേഷണം നടത്തിയില്ലെങ്കിൽ എന്താവും? ഒരു ഉയർച്ചയും ഇല്ലാണ്ട് ജീവിക്കും. കന്നുകാലികളെപ്പോലെ മനുഷ്യൻ ജീവിച്ചാൽ എന്താ അവർക്ക് തമ്മിൽ വ്യത്യാസം? ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞു, ജന്തൂനാം നരജന്മ ദുർലഭം. നമുക്ക് വലിയ മഹത്വമൊക്കെ നാം തന്നെ കൽപ്പിച്ച് വെച്ചിരിക്കണം. ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമൊക്കെയാ, എന്ത് വെച്ചിട്ടാ തനിക്ക് മഹത്വം? എന്ത് മറുപടി പറയും? എനിക്ക് പൊക്കമുണ്ട്, വണ്ണുണ്ടെന്നോ, BA പാസ്സായിട്ടുണ്ടെന്നോ, LLB കഴിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ മേലെയുള്ള പരീക്ഷയ്ക്ക് ട്രൈ ചെയ്യും. ഇതൊക്കെ മതിയോ? മഹത്വത്തിന് പോരാ. വേദ്യം വാസ്തവം അത്ര വസ്തു വിശദം. എന്തെല്ലാം അറിഞ്ഞാലും അറിയേണ്ടതെന്തോ അതറിയണം. അത് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയാൻ പറ്റില്ല. ഈശ്വരൻ നമുക്ക് വലിയ അനുഗ്രഹം തന്നിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാം, കാതുകൊണ്ട് കേൾക്കാം, നാവ് കൊണ്ട് സ്പർശിക്കാം, ഒക്കെ നല്ലതാണ്. പക്ഷേ അറിയേണ്ടതറിയാൻ ഈ ഇന്ദ്രിയങ്ങൾ മാത്രം പോരാ, വേദം വേണം. സത്യമെന്ത് എന്ന് അനുഭവിച്ചറിഞ്ഞ ഋഷിമാർ എന്തു പറയണോ നോക്കുക, അവർ കള്ളം പറയില്ല. അങ്ങനെ ഋഷിമാരുടെ വചനമെന്ത് എന്നറിയണം. അവരതാണ് അന്വേഷിക്കുക. ഇന്ദ്രിയഗ്രാഹ്യമായിട്ടുള്ള ജ്ഞാനത്തിൽ നമുക്കൊക്കെ ഇല്ലേ, ദാ പോണു ഗോവിന്ദൻ, ദാ പോണു ഗോപാലൻ എന്നൊക്കെ പറയാൻ അതിന് എന്ത് പരീക്ഷ പഠിക്കണോ, പാസ്സാവണോ? ഒന്നും വേണ്ട. പിന്നെയോ അകത്ത് എന്തൊക്കെ പ്രവർത്തനം. രാവിലെ ഞാൻ അനുസ്മരിച്ചു ധ്രുവകുമാരൻ്റെ ഒരു സ്തുതി, യോന്തപ്രവിശ്യ മമവാചമിമാം പ്രസുപ്താം. ഭഗവാനെ അവിടുത്തെ ദർശിക്കാനായി ഞാൻ 6 മാസമായി ആരാധന നടത്തുന്നു. എന്നിതാ അങ്ങ് കനിഞ്ഞ് എനിക്ക് ദർശനം നൽകി. ദർശനം നൽകുക മാത്രമോ, അടഞ്ഞു കിടന്ന തൊണ്ട തുറന്നു. അന്തപ്രവിശ്യ, അങ്ങ് അകത്ത് കയറി അടഞ്ഞു കിടക്കുന്ന ആ തൊണ്ട തുറന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക്
എവിടെയോ കച്ചേരി നടത്തുമ്പോൾ പെട്ടെന്ന് ശബ്ദം നിലച്ചു എന്നൊരു ന്യൂസ് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നാളത്തേക്ക് അങ്ങനെയൊക്കെ പാടാനേ പറ്റിയില്ല. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഗീത വിദ്വാനാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കച്ചേരി നടത്തിയ ആളാണ്. അദ്ദേഹത്തിന് പാടാൻ കഴിയില്ല വെച്ചാൽ എന്തൊരു ദയനീയാവസ്ഥ. എന്നിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഇപ്പോൾ ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നത്, ഗുരുവായൂർ ഏകാദശിക്ക് മുമ്പ്. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോട് നാവിളക്കി സംസാരിക്കാൻ പോലും വയ്യ. സങ്കടം മുഴുവൻ അകത്ത് വെച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ക്യൂവിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നിൽ ആരോ തൊട്ടു. പിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൈദ്യരാണ്. വൈദ്യശാലയ്ക്ക് വരൂ, എന്തെങ്കിലും നിവൃത്തിയുണ്ടാക്കാം. അദ്ദേഹം എന്തോ ഒരു ഔഷധം കൊടുത്തു, തൊണ്ട തുറന്നു, പാടി. ഇത് ധ്രുവൻ്റെ അനുഭവമാണ്. ധ്രുവന് 6 മാസമായി ഭഗവാനെ ആരാധിച്ചിട്ട് ദർശനം കിട്ടാതിരുന്ന വിഷമം പെട്ടെന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ തീർന്നു. അയ്യോ അന്തപ്രവിശ്യ, എന്തെല്ലാമോ ഭഗവാനെ സ്തുതിക്കണമെന്നുണ്ട്, അക്ഷരം പുറപ്പെടുന്നില്ല. അക്ഷരം പുറപ്പെടണ്ടേ? നമ്മുടെ ഉള്ളിൽ ശബ്ദമുണ്ട്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി, 4 സ്റ്റേജാണ്. പരാ പശ്യന്തി വളരെ നിഗൂഢമായ ശബ്ദം. മധ്യമ, നമുക്ക് തന്നെ ചകിട് ഓർത്താൽ ഉള്ളിലൊരു ശബ്ദം കേൾക്കാം. നമ്മൾ വർത്തമാനം പറയണതൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് കാതുകൊണ്ട് കേൾക്കാം ഉള്ളിൽ. വൈഖരി 4മത്തതാണ്, 4 ആൾക്ക് കേൾക്കത്തക്കവണ്ണം പുറത്തേക്ക് വരാം തൊണ്ടേന്ന്. ഈ ധ്രുവന് വൈഖരി പുറത്തേക്ക് വരുന്നില്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഭഗവാനെ നമസ്കാരം എന്ന് പറയണമെന്ന് ഉള്ളിലുണ്ട്, അക്ഷരം പുറപ്പെടണ്ടേ? അപ്പോഴാണ് കട 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 കടാന്ന് സ്തോത്രം. ഭാഗവതം കേൾക്കുമ്പോൾ ധ്രുവസ്തുതി പ്രത്യേകം ശ്രദ്ധിക്കാം. പെട്ടെന്ന് അണ പൊട്ടിയതുപോലെ ശബ്ദം. അതാ കുട്ടി മനസ്സിലാക്കി. യോ അന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. ഭഗവാനെ ശബ്ദബ്രഹ്മം അതിൻ്റെ പ്രത്യേകമായ ശംഖ് കൊണ്ട് അങ്ങൻ്റെ കവിളത്തൊന്ന് തലോടി. അടഞ്ഞ തൊണ്ട തുറന്നു. ആര് തുറന്നു? അങ്ങ് ഏരിയ അകത്തേക്ക് കടന്നു. അന്തപ്രവിശ്യ, ഞാൻ കാണാതെ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അടഞ്ഞു കിടന്ന തൊണ്ട തുറന്നു. ഈ തത്വങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്നും ആ ഈശ്വരൻ സദാ നമ്മുടെ ഉള്ളിൽ ശോഭിച്ച് അരുളുന്നു എന്നും ബോധ്യപ്പെടാൻ എന്താ താമസം? ഇത് നമുക്ക് ഭാഗവതം, കുട്ടികൾ, പ്രഹ്ലാദൻ, ധ്രുവൻ, ഇങ്ങനെയുള്ള കുട്ടികളുടെ കഥ പറഞ്ഞിട്ടാണ്. വ്യാസൻ്റെ വലിയൊരു സങ്കടം നാരദനോട് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കലിയുഗത്തിൽ ജനങ്ങൾക്ക് വേണ്ടതൊന്നും ചെയ്യാൻ തോന്നില്ല, വേണ്ടതൊന്നും അറിയാനും തോന്നില്ല. അപ്പോൾ അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ കടത്തിവിടണം. ഈ ക്യാപ്സ്യൂളൊക്കെ ഇല്ലേ, ക്യാപ്സ്യൂളൊക്കെ അതിൻ്റെ കവറ് കഴിഞ്ഞാൽ പിന്നെ കയ്പാ പലതിനും. അത് ഈ കവറ് കൊണ്ട് മൂടിയിരിക്കുക. ക്യാപ്സ്യൂൾ വായിലിട്ടിട്ട് വെള്ളം കുടിച്ചാൽ ക്യാപ്സ്യൂളോടുകൂടി ആ ഗുളിക അകത്തേക്ക് പോകും. കാഞ്ഞിരക്കായ പൊടിച്ചതാവും ചിലപ്പോൾ, നമ്മളറിയണേ ഇല്ല. ഇതാണ് ഭാഗവതത്തിൻ്റെ മഹത്വം. ഇത് കേൾക്കിൻ എന്നാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നു. മനുഷ്യന് ഒരു ഭാഗ്യം കൊണ്ട് കൈവന്നതാണ് മനുഷ്യജന്മം. കിട്ടിയിട്ടത് കൈമോശം വരരുത്. അതിനെന്ത് വേണം? ജന്തൂനാം നരജന്മ ദുർലഭം. ദുർലഭമായ ഈ നരജന്മത്തെ സമ്പാദിച്ചാൽ വേണ്ടതെന്താ? മഹത്തുക്കളുമായുള്ള സംസർഗം. മഹത്തുക്കളെ നമുക്ക് അങ്ങനെ നാൽക്കവലകളിലൊന്നും കാണാൻ കിട്ടില്ല.
കാണാൻ കിട്ടാത്തതിന് പകരം ചില ഗ്രന്ഥങ്ങളൊക്കെ ചമച്ചു തന്നു നമുക്ക് ഋഷിമാർ. വ്യാസനെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും വ്യാസൻ എഴുതിയ പുസ്തകം നമുക്ക് കിട്ടി. മാത്രമല്ല ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവഹി, ഇത് വെറുമൊരു അച്ചടിച്ചൊരു പുസ്തകം, ബൈൻഡ് ചെയ്ത പുസ്തകം എന്ന് വിചാരിച്ച് തള്ളണ്ട. സാക്ഷാൽ ഭഗവാൻ. ഭഗവാൻ അനേകം അവതാരങ്ങളെടുക്കും. ഭഗവാൻ നിരാകാരനാണ്. എങ്ങെന്നറിഞ്ഞ ഒരാൾക്ക് ആകൃതി ഉണ്ടാകുമോ? ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും പറയാൻ വയ്യ. കാരണം പ്രമാണം തന്നെയുണ്ട്. സ്യാത് ഈശ്വരസ്യ മായാകൃതം ശരീരം സാധക അനുഗ്രഹാർത്ഥം എന്നാണ് വാചകം. ഭഗവാൻ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഇരിക്കരുത് എന്ന് കൽപ്പിക്കാൻ നാമാര. സ്യാത് ഉണ്ടാകാം. എന്തുണ്ടാകാം? ഈശ്വരൻ നിരാകാരനും സർവവ്യാപിയുമായ ഈശ്വരൻ സ്വേച്ഛാകൃതം മായാമയം ശരീരമെടുക്കും. ശരീരമെന്നത് മായയെ അവലംബിച്ചുകൊണ്ടാണ്. ഈ കണ്ട ശരീരം കുറച്ച് കഴിഞ്ഞാൽ കാണില്ല. ഉദ്ധവരുടെ സങ്കടമതാ. കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യാൻ പോണു എന്നറിഞ്ഞപ്പോൾ അങ്ങേർക്ക് സങ്കടം സഹിച്ചില്ല. കൃഷ്ണ, എന്നെ വിട്ടു പോകല്ലേ. അങ്ങനെ പോകാൻ തീരുമാനിച്ചാൽ പ്ലീസ് ടേക്ക് മീ ഓൾസോ. സ്വധാമനായ മാമപി, എന്നെയും കൂടെ കൊണ്ടുപോകണോ എന്നാണ് ഭഗവാൻ അവിടെ കൊടുത്ത ഉപദേശമാണ് ഏകാദശ സ്കന്ധത്തിൽ നാം കേൾക്കുക. അതായത് കൃഷ്ണൻ ഈ കാണുന്ന രൂപമാണ് എന്ന് ജ്ഞാനിയും ഭക്തനും ആയ ഉദ്ധവർക്ക് പോലും തോന്നലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ രൂപം ആരാധനയ്ക്ക് വേണ്ടി, സാധകാനുഗ്രഹാർത്ഥം. ഗീതയിൽ വളരെ വ്യക്തമാക്കി ഭഗവാൻ, എന്തിനാണ് ഞാൻ ജനിക്കണത്, എന്തിനാണ് ഞാൻ ഓരോ ലീലകളാടുന്നത്. യസ് സപ്തഹായനോ ബാലഹ, 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ ചെറുവിരലിൻ്റെ മുകളിൽ മന്ദരപർവ്വതത്തെ 7 ദിവസം പിടിച്ചു. അതുവരെ കൃഷ്ണൻ്റെ പല ലീലകൾ കണ്ടുപോകുന്ന ഗോപന്മാർക്കും ഗോപികൾക്കും ഈ ലീല ആശ്ചര്യത്തിലാശ്ചര്യം, ആശ്ചര്യത്തോപ്യാശ്ചര്യം. എങ്ങനെ? നന്ദഗോപരോട് ചോദിച്ചു, ജാതകം കാണിക്കുകയുണ്ടായോ കൃഷ്ണൻ്റെ വല്ല ജ്യോത്സ്യന്മാരുടെ അടുക്കെ? എങ്ങനെയാണ് സാധിക്കുക? 7 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്ക് കേട്ട കേൾവിയാണെങ്കിൽ വിശ്വസിക്കേണ്ട, കണ്ടില്ലേ 7 ദിവസമാ കോരിച്ചൊരിയുന്ന മഴ, കാറ്റ്, ഇടി, മഴ. എല്ലാവരും അതിൻ്റെ ചോട്ടിലേക്ക് വന്നോളെന്ന് പറഞ്ഞു കൃഷ്ണൻ. സകലരും അതിൻ്റെ അടിയിൽ. ഒരു തുള്ളി വെള്ളം അകത്തേക്ക് കയറിയില്ല. സിക്കത്തില്ല മൃദുദേശേ ദൂരത്തോ വാരിതാപേ. നാരായണീയത്തിൽ പറയാം, ആ 7 ദിവസവും വെള്ളമൊന്നും അകത്തേക്ക് കയറിയില്ല, ചൂടുണ്ടായിരുന്നില്ല. ഈ അത്ഭുതം കണ്ടപ്പോൾ എന്തിനാ കൃഷ്ണാവതാരം? ഈശ്വര മഹത്വമെന്ത് എന്ന് വെറുതെ പ്രസംഗിച്ചാൽ പോരാ. വിഷ്വൽ എഡ്യൂക്കേഷൻ ആണ്. അവതാര കഥകളൊക്കെ വിഷ്വൽ എഡ്യൂക്കേഷൻ. പറഞ്ഞ് കേൾപ്പിച്ചാൽ പോരാ, കാണിച്ചു കൊടുക്കണം. മുമ്പൊക്കെ നമ്മൾ TV ഇല്ലാത്ത കാലത്ത് റേഡിയോ ആണ്. അതുതന്നെ ഒരു അപൂർവ വസ്തുവാണ്. ഈ പട്ടത്തിൻ്റെ മുകളിലേക്ക് ഇട്ടിരിക്കുക. ഇപ്പോൾ TVയാണ്. കണ്ണുകൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന, കാതുകൊണ്ട് മാത്രം കേൾക്കാൻ കഴിയുന്ന റേഡിയോവിന് പകരം കണ്ണുകൊണ്ടും കാണാം, കാതുകൊണ്ടും കേൾക്കാം എന്ന് വന്നപ്പോൾ ഇരട്ടി ഫലമാണ്. കൃഷ്ണൻ അത് തന്നെയാണ് ചെയ്തത്. റേഡിയോവിന് പകരം TV ആയി. അപ്പം നിങ്ങൾക്ക് ഈശ്വരമഹത്വം കേട്ടാൽ പോരാ, കാണണം. കുറേ പേരെങ്കിലും അത് വിശ്വസിക്കും. എന്നിട്ടും എന്നെ കിട്ടില്ല വിശ്വസിക്കാൻ. വേണ്ട,
അടുത്ത ജന്മങ്ങളിൽ എപ്പോഴെങ്കിലും തഞ്ചം കിട്ടിയാൽ തനിക്ക് വിശ്വാസം വരും, അല്ലെങ്കിൽ തൻ്റെ ഗതികേടെന്ന് വിചാരിച്ചോളൂ, കഴിഞ്ഞു. അപ്പോൾ ഭാഗവതത്തിൻ്റെ മഹത്വം ആലോചിച്ച് വരുമ്പോൾ വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയ ഉന്മൂലനം, ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നിങ്ങനെ 3 തരത്തിലുള്ള സങ്കടങ്ങൾ നമുക്കുണ്ട്. അവയെല്ലാമാണ് താപത്രയം. ഇതൊക്കെ പോകണമെങ്കിൽ സത്യമെന്ത് എന്നറിയണം. എന്തുകൊണ്ട് ഈ അനുഭവം നമുക്ക് വരുന്നു എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ ആളുകൾക്ക് താപത്രയം നീങ്ങണ്ടേ? വേണം. ഉള്ളതാവണ്ടേ? വേണം. വാസ്തവം. അതിനാണ് അവതാര കഥകൾ. വിക്രമാദിത്യൻ്റെ കഥ പോരാ. വിക്രമാദിത്യൻ്റെ കഥയിലും പരാക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭാഗവതം പോലെ അത് നമുക്ക് പ്രയോജനം ചെയ്യില്ല. നേരമ്പോക്ക് കുറച്ചൊക്കെ വല്ലതുമൊക്കെ ആന്തരാർത്ഥം ഉണ്ടാകും. കൃഷ്ണൻ തറപ്പിച്ച് പറയണു ഗീതയിൽ, ജന്മ കർമ്മച മേ ദിവ്യം. ഒരു പൊങ്ങച്ചം പറച്ചിലല്ലേ നമുക്ക് കൂടി ആളുകൾക്ക് തോന്നും. ഭഗവാന്റെ വാക്കിൽ പൊങ്ങച്ചല്ല, സത്യമേ ഉള്ളൂ. സത്യസ്വരൂപിന് പൊങ്ങച്ചം പറയേണ്ട കാര്യമെന്താ? ഉള്ളത് തന്നെ ഉണ്ട് വേണ്ടുവോളം. എന്നിട്ട് വേണ്ടേ പൊങ്ങച്ചത്തിലേക്ക് കിടക്കാൻ? ജന്മ കർമ്മച മേ ദിവ്യം, ഡിവൈൻ. എൻ്റെ ജനനം ദിവ്യമാണ്. ആ കംസൻ്റെ ജയിലിൽ കൃഷ്ണൻ ജനിച്ചു. എന്നിട്ട് എന്തുണ്ടായി? കാവൽക്കാർക്കൊക്കെ ഉറക്കം വന്നു. പൂട്ടിയ ചങ്ങല പൂട്ടൊക്കെ തുറന്നു. വസുദേവരുടെ കാലിലെ ചങ്ങല അഴിഞ്ഞു. കുട്ടിയെയും കൊണ്ടുപോയി അക്കരയിൽ. നന്ദഗോപരുടെ ഭാര്യ പെറ്റ് കിടക്കണം. അവർക്കും ബോധമില്ല. പെൺകുട്ടിയെ പെറ്റിരിക്കണം. അവിടെ ആരും അറിയണില്ല. കൃഷ്ണനെ അവിടെ യശോദയുടെ അരികിൽ കിടത്തി ആ പെൺകുട്ടിയെയും കൊണ്ടിങ്ങോട്ട് വന്നു. യമുനയിൽ വെള്ളം പൊങ്ങിയിരിക്കുക. ചിങ്ങമാസമല്ലേ, നിറച്ച് വെള്ളമുണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടി മുടി വകുത്ത നടുക്കൊരു വര കാണില്ല, അതുപോലെ ഇദ്ദേഹത്തിന് നടക്കാനുള്ള വഴി, രാജപാത. ഇക്കരയിൽ വന്നു. ജയിൽ മുറിയിൽ കയറി ദേവകിയുടെ അടുക്ക കിടത്തിയ ആ പെൺകുട്ടിയെ തനിയെ വാതിലടഞ്ഞു. ചങ്ങലകളൊക്കെ പഴയപടിയായി. ഉറക്കം തൂങ്ങുന്ന ദ്വാരപാലകന്മാരൊക്കെ ഉണർന്നു. ഓടിച്ചെന്ന് കംസനെ അറിയിച്ചു. ഇതൊക്കെ ആരുടെ വേല? മായയുടെ വേല. ഈ മായ പ്രവർത്തിച്ചത് ആരുടെ കൽപ്പനയനുസരിച്ച്? ഭഗവാന്റെ കൽപ്പന. അതുകൊണ്ട് ഭഗവാനെ മായാധീശൻ എന്ന് പറയും. നമ്മളോ മായാധീനൻ. അക്ഷരേതാണ്ടൊക്കെ അടുത്തടുത്തിരിക്കും, ചെറിയൊരു വ്യത്യാസം. ഭഗവാനെ മായാധീശ, മായാധീനനായ എന്നെ കരകടത്തണേ എന്ന് പ്രാർത്ഥിക്കാം. നാരായണീയത്തിൽ തന്നെ പട്ടേരിപ്പാട് പറയുന്നുണ്ട്, അങ്ങ് മായാധീശൻ, ഞാൻ മായാധീനൻ. വളർത്തുപറ്റി ഒരു വീട്ടിൽ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറയ്ക്കണം. അകത്ത് കിടക്കാൻ ധൈര്യമില്ല നമുക്ക്. പഴയൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഗേറ്റിൽ നിന്നുകൊണ്ട് ഗോപാലൻകുട്ടി ഗോപാലൻകുട്ടി എന്ന് വിളിച്ചു. നായയുടെ കുര കേട്ട് ഗോപാലൻകുട്ടി പുറത്തേക്ക് വന്നപ്പോൾ ശങ്കരൻകുട്ടിയാ പുറത്ത് നിൽക്കണേ. ഇങ്ങോട്ട് വരിക, എങ്ങോട്ട് വരിക? നായ സിംഹം പോലെയാ കുരയ്ക്കണേന്ന്. സാരല്ല, ഞാനുണ്ടവിടെ. താനുണ്ടെന്ന് വെച്ചാൽ എന്താ കാര്യം? വന്നോളൂ, ഞാനല്ലേ പറയുന്നത്. എന്നെ കാണാമെന്നല്ലേ? വരിക. വന്നു. അപ്പോൾ ഇത്ര നേരം സിംഹം പോലെ കുരച്ച നായ വാലാട്ട. ഗോപാലൻകുട്ടിയുടെ അടുക്ക് മണത്ത് നോക്കി. യു ആർ മൈ ഫ്രണ്ട്. അതിന് മിണ്ടാൻ വയ്യ, ഇംഗ്ലീഷ് പറഞ്ഞോളാം. എന്നാലത് മിണ്ടാതെ പറഞ്ഞു, യു ആർ മൈ ഫ്രണ്ട്. ഹിയർ ആഫ്റ്റർ യു വിൽ ബി മൈ ഫ്രണ്ട്. ഇനി തനിക്ക് പേടിക്കുകയേ വേണ്ട, തൻ്റെ മണം ഞാൻ പിടിച്ചു കഴിഞ്ഞു. ഇവിടെ എന്താ ഉണ്ടായേ? മായ അധീനനായ ഞാൻ പറ്റി കുറിച്ച് കേട്ടപ്പോൾ ഭയന്നു. മായ അധീശനായ വീട്ടുടമസ്ഥൻ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ആ വാക്ക് വിശ്വസിച്ച് ചെന്നു, പേടിച്ചില്ല. അപ്പോൾ മായ കൊണ്ടുവരുന്ന എന്ത് വൈകൃതവും നമുക്ക്
മായാധീശൻ്റെ കരുണ കൊണ്ട് തീരും. അതുകൊണ്ടാണ് ജന്മ കർമ്മച മേ ദിവ്യം. അതിനൊരു ഡിവിനിറ്റിയുടെ കോട്ടിംഗ് ഉണ്ട്. കാണുന്നവർക്കൊരു ഇടയ ബാലൻ എന്നേ തോന്നും. കാളിയനെ നൃത്തം ചെയ്യുന്നു. കാളിയൻ്റെ ശിരസിൽ വലിയ വലിയ രാക്ഷസന്മാരെ പുല്ലുപോലെ കൈകാര്യം ചെയ്യുന്നു. ഇതൊന്നും സാധാരണ ആ പ്രായത്തിലുള്ള കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊക്കെ കാണുന്നു കുട്ടികൾ വിശ്വസിച്ചിട്ടും മുതിർന്നവർ വിശ്വസിക്കുന്നില്ല എന്നാണ്. കണ്ടവർ പറയുന്നു മയാ ദൃഷ്ടം അനോ വിപര്യകാൽ. ശകടാസുരൻ വന്നു വണ്ടിയുടെ രൂപത്തിൽ കൃഷ്ണനെ അമർത്തിക്കൊല്ലാൻ. ഉണ്ണികൃഷ്ണൻ മുല കുടിക്കുന്ന പ്രായം, വണ്ടിയുടെ ചോട്ടിൽ കിടക്കണു, കുഞ്ഞിക്കാലുകൊണ്ടൊരൊറ്റ ചവിട്ട്. ഒരു കണക്ക് നോക്കിയാലും ഈ തൊട്ടിലിൻ്റെ അടിയിൽ കിടക്കുന്ന കുട്ടിക്ക് കുഞ്ഞിക്കാലം കൊണ്ട് വണ്ടിയുടെ അച്ചുതണ്ട് ചവിട്ടി പൊക്കാൻ പറ്റില്ല. അനായാസേന ചവിട്ടി ചടചടാരവഹ എന്നാണ്. എല്ലാവരും കേട്ടു ശബ്ദം. ഓടി വന്ന് നോക്കിയപ്പോൾ ഗണപതി ഹോമത്തിന് മരച്ചുകൾ നേരെയാക്കി വെച്ചതുപോലെ ആ വണ്ടി മുഴുവനും തകർന്ന് കഷ്ണമായിട്ട് കിടക്കുക. എന്താ ഉണ്ടായെന്ന് ആളുകൾ. യശോദ ചോദിക്കുന്നു എന്താ ഉണ്ടായെന്ന്. മയാ ദൃഷ്ടം അനോ വിപര്യകാൽ. കണ്ടവർ പറയണു ഞാൻ കണ്ടു, വണ്ടി മറിഞ്ഞു എന്ന്. അങ്ങനെ ശുദ്ധഹൃദയരായ ബാലന്മാരിൽ കൂടി മുതിർന്നവരിലേക്ക് ഈശ്വരൻ്റെ മഹിമ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തമമായ മാർഗമാണ് ശ്രീമദ് ഭാഗവതം. അതാണ് നാം ഇവിടെ കേൾക്കാൻ പോകുന്ന പ്രഭാഷണങ്ങൾ. തത്വങ്ങൾ കേൾക്കുമ്പോൾ ആ തത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എള്ളെണ്ണ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? എള്ളിൻ്റെ ഉള്ളിലല്ലേ. അങ്ങനെയാണെങ്കിൽ ആ എണ്ണ ഡയറക്റ്റായിട്ട് ആ ചെടിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിക്കൂടെ? ഒരു ചെറിയ കുപ്പി എള്ള് ചെടിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക. എന്നാൽ പിന്നെ ആട്ടേണ്ട ബുദ്ധിമുട്ടില്ലല്ലോ ഒന്ന് വേണ്ട. അത്ര മോഹം വേണ്ട. ഈ എള്ള് കൊണ്ടുപോയി ഉണക്കി ചക്കിലിട്ട് ആറ്റി കുറച്ച് മെനക്കിടുക. അപ്പോൾ തനിക്ക് നല്ല എണ്ണ കിട്ടും. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ഇതാണ്. എള്ള് പറിച്ച് വെയിലത്തിട്ട് ഉണക്കി ചക്കിലിട്ട് ആറ്റി. അപ്പോഴേ സമ്പാദിക്കുമ്പോൾ അവനവൻ സമ്പാദിച്ചാൽ കാശിൻ്റെ അരുമ അറിയൂ. വല്ലവരും സമ്പാദിച്ചാൽ എന്താ കാര്യം? കാട്ടിലെ മരം ദേവരുടെയാണ്. ഞാനുണ്ടാക്കിയ കാശ്. അച്ഛൻ മകന് ഒരു പട്ട് വാങ്ങി കൊടുത്തു. അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ട്രൗസറൊന്നും ഇടണ്ടടാ, ഈ പട്ട് കൊടുത്തിട്ട് പോക്കോ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വിഷുക്കൈനീട്ടം കിട്ടിയ കാശ് കുറേ ഉണ്ട് എൻ്റെ അടുക്ക്. അത് കൊടുത്തിട്ടൊരു ചെരുപ്പ് വാങ്ങി. ഒരു ദിവസമുണ്ട് അച്ഛൻ കാണുന്നു താൻ വാങ്ങിക്കൊടുത്ത അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ കൊടുത്ത പട്ടുകൊണ്ട് ചെരുപ്പ് തുടയ്ക്കണം. എത്ര പാവനമായി സൂക്ഷിക്കാനാ ഞാൻ തന്നെ. അത് അവൻ്റെ കാശാ ചെരുപ്പ് വാങ്ങിയത്. പട്ട് അച്ഛൻ തന്നതല്ലേ. അതുകൊണ്ടാണ് ശ്രവണ മനന നിധിധ്യാസനം. കുറേ പാടുപെടണം. കുറേ പാടുപെട്ടാൽ ആ പാടുപെട്ടതിൻ്റെ ഫലമായിട്ട് ഒരു എൻ്റേതെന്ന് തോന്നൽ വരും. വേദ്യം വാസ്തവം അത്ര വസ്തു വിശദം താവത്രയ ഉന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി. ഒരു ഗ്രന്ഥം കൊണ്ട് വേണ്ടതെല്ലാം കിട്ടുമെങ്കിൽ എന്തിനാ അനവധി ഗ്രന്ഥങ്ങൾ? പാഴല്ലേ, സമയം വെറുതെ കളയല്ലേ. ജന്മ കർമ്മചമേ ദിവ്യം. കൃഷ്ണൻ വിശദമാക്കുന്നു. എൻ്റെ കഥ കേൾക്കൂ, ഞാൻ എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് നോക്കൂ. എനിക്ക് എന്താ ആവശ്യം? ഭൂമിയിൽ വരേണ്ട കാര്യമെന്താ? ഓരോരോ പ്രവൃത്തി ചെയ്യേണ്ട കാര്യമെന്താ? ഞാൻ സ്മരിച്ചാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്നു ചേർന്ന പടയാളികളെ മുഴുവനും ക്ഷണനേരം കൊണ്ട് ചാമ്പലാക്കാൻ കഴിയും. പക്ഷേ അതല്ലല്ലോ ചെയ്തത്. അവരവരുടെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. നിമിത്തമാത്രം ഭവ സവ്യസാചൻ. പിന്നെ ഒന്നുണ്ട് കേട്ടോ,
അർജുന നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. എനിക്ക് ഈ ലോകത്തിൽ ചെയ്തേ തീരൂ. നോബഡി ഈസ് ടു കമ്പൽ മീ എന്നാണ്. എന്നെ ആരും നിർബന്ധിക്കാനില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു. പക്ഷേ എൻ്റെ ജോലി എന്താ? എപ്പോഴും എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അനവാപ്തമവാപ്തവ്യം. ഇന്നത് കിട്ടിയില്ലല്ലോ, അതിന് പ്രയത്നിക്കണമല്ലോ. ഇന്നത് കിട്ടിയില്ലല്ലോ, അതിന് പ്രവർത്തിക്കണമല്ലോ. അതുമില്ല. എന്നാൽ പിന്നെ മിണ്ടാണ്ടിരുന്നോടെ എന്ന്. വർത്ത ഏവച കർമ്മണി. ഐ ആം എൻഗേജ്ഡ് ആൾവേസ് എന്നാണ്. ഭഗവാനെ നോക്കി വേണം നാം ജീവിക്കാൻ പഠിക്കാൻ. പ്രവർത്തിക്കണം. എനിക്കത് വേണം ഇത് വേണമെന്ന് ആഗ്രഹിക്കരുത്. എൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിരുന്നുകൊണ്ട് എന്നെ നേർവഴിക്ക് നയിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഭഗവാൻ ശരണാഗത വത്സലനാണ് എന്ന് നമുക്ക് ബോധ്യം വരണ്ടേ. ഇദ്ദേഹത്തെ ആശ്രയിച്ചാൽ എനിക്ക് അഭയം കിട്ടുമോ? എനിക്ക് ശരണം തരുമോ? ശരണ്യൻ എന്നൊരു വാക്കുണ്ട്. ശരണാഗത വത്സലൻ എന്നർത്ഥമാണ്. ശരണേ സാധു. എല്ലാവർക്കും ശരണം നൽകാൻ പറ്റില്ല. നമ്മളൊക്കെ വാക്കുകൊണ്ട് പറയും പേടിക്കണ്ട കേട്ടോ ഞാനുണ്ടെന്ന്. ഒരു പട്ടി ഓടി വന്നാൽ തന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ ആളാ ആദ്യം ഓടി രക്ഷപ്പെടാൻ നോക്കുക. പിന്നെ എന്ത് ഞാനുണ്ട്? ഞാനുണ്ടെന്ന് പറയുക മാത്രമല്ല അത് പ്രൂവ് ചെയ്യാനും കൂടി കഴിഞ്ഞാൽ അതാണ് ശരണ്യൻ, ശരണാഗത വത്സലൻ. ഭഗവാന് അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. വല്ലവരെ നോക്കിയിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഇങ്ങനെ സകലർക്കും അഭയം പ്രദാനം ചെയ്യുന്ന ഭഗവാന്റെ ചരിത്രമാണ് ഭാഗവതം. ഇത് കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നു ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ. നാരദമുനി എപ്പോഴും നല്ലത് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഫാമിലിയൊന്നുമില്ല. റേഷൻ കാർഡിനോ ആധാറിനോ പാൻ കാർഡിനോ ആഫീസിൽ ചെന്ന് ക്യൂ നിൽക്കണ്ട, ഒന്നുമില്ല. സർവതന്ത്ര സ്വതന്ത്രൻ, ത്രിലോക സഞ്ചാരി. അങ്ങേർക്ക് പിന്നെ എന്താ പണി? ജനങ്ങളെ ഉദ്ധരിക്കുക. സ ജയതി ജയതി മായാം സച്ച അന്യാൻ താരയതി. നാരദ ഭക്തിസൂത്രത്തിൽ ഭക്തിയെപ്പറ്റിയും ഭക്തനെപ്പറ്റിയും പറയുമ്പോൾ ഒരു ഭക്തൻ എന്താ ചെയ്യുക? സ ജയതി ജയതി മായാം. സാധാരണക്കാരെ ജ്ഞാനം സമ്പാദിക്കാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന മായ ഭക്തനെ സംബന്ധിച്ച് മായയല്ല. സ ജയതി തരതി തരതി മായാം. അയാൾക്ക് മായ ബാധകമല്ല. സച്ച അന്യൻ താരയതി. താൻ മായയിൽ പെടില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെയും പെടാതെ കാക്കും. പ്രഹ്ലാദൻ എന്താ പറഞ്ഞ്? അച്ഛനോട് പറഞ്ഞു, ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ ബദ്ധശത്രുവായ നാരായണൻ്റെ പേര് പറയരുത്, കൊല്ലും ഞാൻ, കഷ്ണം കഷ്ണമായി നുറുക്കും. നാരായണ നാരായണ. അതല്ലാണ്ട് ആ കുട്ടിയുടെ നാവിൽ വേറെ അക്ഷരങ്ങളെ വരില്ല. എന്തു ചെയ്തിട്ടും അവൻ കൂട്ടാക്കണില്ല. കൊണ്ടുപോയി കൊല്ലിൻ. ഗിരീന്ദ്ര അവക്ഷിപ്ത ശൂലൈഹി ആവിദ്ധ അനശനഗരാഹാര വിദുത. ആ കുട്ടിയെ കാട്ടിക്കൂട്ടിയ കോലാഹലം നോക്കൂ. വിഷം കുടിപ്പിക്കുക, ശൂലം കൊണ്ട് കുത്തുക, മലമുകളിൽ നിന്ന് കീഴ്പോട്ട് എറിയുക. എന്നിട്ട് എന്തുണ്ടായി? ഒന്നുമില്ല. പട്ടേരിപ്പാട് പറയുക, ഗുരുവായൂരപ്പ എന്തൊരു ദ്രോഹമാണ് ആ കുട്ടിയോട് അവർ ചെയ്തത്. പക്ഷേ ആ കുട്ടിക്കൊന്നും പറ്റിയില്ല. എന്താ? ത്വയിന്യസ്താത്മത്വാത്. ആ കുട്ടി ഗുരുവായൂരപ്പനെ തന്നെ, ഭഗവാനെ തന്നെ, നാരായണനെ തന്നെ എപ്പോഴും ഓർത്തിരിക്കുന്നത് കൊണ്ട് മറ്റുള്ള വേദനകളൊന്നും ആ മനസ്സിൽ വന്നതേ ഇല്ല. ത്വയിന്യസ്താത്മത്വാത്. രമണ മഹർഷികളെ
ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അനസ്തേഷ്യ വേണ്ട പറഞ്ഞു. അങ്ങനെ ഒരു രോഗി പറയുമോ? എന്തിനാ? വേദന അറിയാതിരിക്കാനാണ് മരവിപ്പിക്കുന്നത്. ലോക്കൽ അനസ്തേഷ്യ എന്നൊക്കെ പറയുമല്ലോ, വേണ്ടെന്നാണ്. ഈ വേദന അറിയുന്നത് മനസ്സാണ്. മനസ്സ് ഞാൻ ഭഗവാനിൽ അർപ്പിച്ചാൽ പിന്നെ വേദന അറിയാനുള്ള അവയവമേതാ? വേണ്ട, ആലോചിക്കാനേ വയ്യ. മറ്റന്നാൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ബോധം കെട്ടളയും പലരും, ധൈര്യക്കുറവുണ്ട്. ആലോചിച്ചപ്പോൾ അന്തല്ല കുട്ടേട്ടാ, മറ്റന്നാളാ ഓപ്പറേഷന്. അതിനിപ്പോൾ എന്തിനാ നീ ബോധം കിടന്ന്? അല്ല, അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴേ ബോധം പോവാന്ന്. അതിനുള്ള മറുപടി ത്വയന്യസ്താത്മത്വാൽ. ഈ കുട്ടിക്ക് വേദന തോന്നിയില്ലേ? ശൂലം കൊണ്ട് കുത്തിയപ്പോൾ, മലമുകളിൽ നിന്ന് എറിഞ്ഞപ്പോൾ? ഇല്ല. വേദനയോ ആനന്ദമോ അനുഭവിക്കുന്നത് ഏത്? മനസ്സ്. മനസ്സ് ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അർദ്ധമനസ്സല്ല, പകുതി ഭഗവാനിലും പകുതി ഇവിടെയും. അങ്ങനെയല്ലല്ലോ, മുഴുവൻ. അപ്പം എന്താ കിമപ്പി ഒട്ടും അറിഞ്ഞില്ല എന്നാണ്. അപ്പോഴാ ചോദിച്ചത്, ആരാണടാ നിന്നെ രക്ഷിക്കണത്? കസ്തവ ബലം. ആ ചെറിയ കുട്ടിക്ക് നാരദമുനിയിൽ നിന്ന് കിട്ടിയ ഉപദേശം, ഭഗവാൻ എങ്ങുമുണ്ട്, സർവത്ര ഹരിഹി സർവത്ര സർവദാ. നല്ലോണം പതിഞ്ഞിരിക്കണം. കൗമാര ആചരേത് പ്രാജ്ഞ. ചെറുപ്രായം തൊട്ടേ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമുക്ക് ഗുരുകുലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പിന്നെ അവരെന്തെല്ലാം പഠിച്ചാലും ഈ ആദ്യം പഠിച്ചത് അവിടെ കിടക്കും. കുറേ വൈകിട്ടാണത് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യാനേ നോക്കൂ, അല്ലാണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഐ ആം നോട്ട് ഇഡിയറ്റ് എന്നൊക്കെ അവർ പറയാം. വിഡ്ഢിയൊന്നുമല്ല ഞാൻ, നിങ്ങളീ പറയണ പഴംപുരാണമൊക്കെ കേൾക്കാനുണ്ട്. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് അസുരബാലന്മാരോടാണ് പറയണത്. നാരദൻ പറഞ്ഞത് അതാ, തനിക്ക് കിട്ടിയ ആ സ്വത്ത് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയാണ്. തരതി തരതി മായാം. ഭക്തൻ മായയെ കടക്കുന്നു, മായാധീശനെ പ്രാപിക്കുന്നു. അന്യാൻ താരയത്തി, മറ്റുള്ളവരെയും കടത്തിവിടുന്നു. ഇന്ന് നമുക്ക് ഭാഗവതം പലയിടത്തും പ്രചരിക്കുന്നത് കൊണ്ട് എന്താ ഗുണം? കേട്ടവർ കേൾക്കാത്തവർക്കും ആയിട്ടുള്ള സല്ലാപത്തിൽ പലതും പകർന്നു കൊടുക്കാൻ കഴിയും. മരിക്കാൻ തീർച്ചയാക്കിയ ഒരാൾ തിരുവനന്തപുരത്തെത്തുന്നു. അവിടെ ഒരു ബന്ധുവുണ്ട്. ആ ബന്ധുവിനോട് മാത്രം സ്വകാര്യം പറഞ്ഞു, മടുത്തു ജീവിതം. പാലക്കാട്ട് നിന്നാണ് പോയിരിക്കണം. മടുത്തു, മരിക്കാൻ തീർച്ചയാക്കി. അപ്പോൾ ഈ കേട്ട ആൾ ഒരു രസികനാണ്. എന്നാൽ അതിന് മുഹൂർത്തമൊക്കെ നോക്കിയിട്ടുണ്ടോ? മുഹൂർത്തമൊന്നുമില്ല. കടപ്പുറത്തേക്ക് പോവും, ആളുകൾ കാറ്റ് കൊള്ളാൻ വരും, എല്ലാവരും പിരിയും. 7 മണി 8 മണിയൊക്കെ ആയാൽ എല്ലാവരും പിരിയും. ഞാൻ അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് കീശയെന്നൊരു കുപ്പി വിഷം കഴിക്കുക, അവിടെ വീഴുക. തെറ്റില്ല, ആരെയും ഉപദ്രവിക്കാണ്ട് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും സമയമുണ്ടത്. രാവിലെ വർത്തമാനം. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തെത്തി ഈ സ്നേഹിതനെ കണ്ട് വിവരം പറയുമ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പാണ്. ഊണൊക്കെ കഴിഞ്ഞു. എന്തായാലും ചാവാൻ പോണ ആൾക്ക് ഇനി ഉറക്കമൊന്നും വേണ്ടല്ലോ, ഈ പുസ്തകം ഒന്ന് വായിച്ചോളൂ. ശ്രീരാമകൃഷ്ണ വചനാമൃതം, ശ്രീമദ് ഭാഗവതം പോലുള്ള പുസ്തകങ്ങളാണ് വായിക്കാൻ കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് വായിക്കാഞ്ഞിട്ട് മരണം നീണ്ടു പോണ്ട, വായിക്കാം. കയ്യിലെടുത്തു. ശംഖുമുഖത്തേക്ക് പോകുമ്പോൾ പുസ്തകം കയ്യിലെടുത്തു. വെളിച്ചം മായും വരെ വായിക്കാമല്ലോ. വെളിച്ചം മാഞ്ഞു. അപ്പോൾ തോന്നി, ഇപ്പം ഇന്ന് തന്നെ മരിച്ചോളണമെന്നുണ്ടോ, നാളെ ആയിക്കൂടെ? നല്ല രസം തോന്നി, നാളെ ആയിക്കൂടെ മരണം. നടന്ന കഥയാണ്.
അങ്ങനെ നാളത്തേക്ക് നീട്ടി. അത്താഴത്തിന് വന്നു സ്നേഹിതൻ്റെ വീട്ടിലേക്ക്. ആ ആ എന്താ നാളെ മതി എന്ന് വെച്ചു. ഓ വിരോധില്ല. അതിനിപ്പോൾ യമൻ ചോദ്യമൊന്നും ചോദിക്കില്ല, എന്താ താൻ ഇന്നലെ വരാത്തതെന്നൊന്നും ചോദിക്കില്ല. അല്ലെങ്കിൽ തന്നെ ധാരാളം ആളുകൾ പോകണുണ്ടല്ലോ അങ്ങോട്ട്. അങ്ങനെ 6-7 ദിവസം ഭാഗവതവും ശ്രീരാമകൃഷ്ണ വചനാമൃതവും ഒക്കെ വായിച്ച് നേർക്ക് മാനസാന്തരം വന്നു. ഭഗവാന്റെ മഹിമയെന്താ? ഇത്രയും മഹിമയേറിയ ഭഗവാനോട് പ്രേമം പുലർത്തിക്കൊണ്ട് യഥാശക്തി ജനസേവനം ചെയ്തുകൊണ്ട് അവനവനെയും ഉദ്ധരിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലേ ഭഗവാൻ ഇഷ്ടപ്പെട്ട നില. അത് വിട്ടിട്ട് ഞാൻ മരിച്ചാൽ ദുർഭൂതമായിട്ടിങ്ങനെ അലഞ്ഞു തിരിയണം. ഈ വിവരത്തോടുകൂടി അദ്ദേഹം തിരിച്ച് പാലക്കാട്ടേക്ക് തന്നെ വന്നു. പിന്നെ ക്ലാസ്സുകൾ എടുക്കുക, സൗജന്യമായ ട്യൂഷൻ ക്ലാസ്, നാരായണീയം പഠിപ്പിക്കൽ, ഭാഗവതം പഠിപ്പിക്കൽ. അപ്പം ഞാൻ നാരദമുനിയുടെ ആ സൂത്രം, നാരദ ഭക്തിസൂത്രത്തിലൊരു സൂത്രം, സ തരതി തരതി മായാം സജ അന്യാൻ താരയതി, തനിക്ക് കിട്ടിയ ഈ ഒരു അപൂർവ നേട്ടം മറ്റുള്ളവർക്കും കിട്ടിക്കോട്ടെ. അപ്പം നാം ഈ തത്വസമീക്ഷാ സത്രത്തിൽ പങ്കെടുക്കുമ്പോൾ രണ്ടാണ് ഗുണം. ഒരു ഗുണം നമുക്ക് തന്നെ വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയ ഉന്മൂലനം, ഭഗവാന്റെ അവതാര കഥകൾ എത്ര കേട്ടാലാ മതിയാവുക? ഇനിയും പറയൂ, ഇനിയും പറയൂ എന്നാണ് ശുകബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നത്. 4-ാം ദിവസം, 7 ദിവസം കൊണ്ടാണല്ലോ ഭാഗവതം കേൾപ്പിച്ചത് പരീക്ഷത്തിന്. 4-ാം ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും കൃഷ്ണകഥ തുടങ്ങുക. അതിനു മുമ്പ് ദശമസ്കന്ധത്തിലാണ് കൃഷ്ണകഥ തുടങ്ങുക. 9മസ്കന്ധത്തിൽ അവസാനം ഒരു സൂത്രപ്പണി ചെയ്തു വെച്ചു മഹാമുനി. വരാൻ പോകുന്ന സിനിമയിലൊക്കെ ട്രയൽ എന്ന് പറയുമല്ലോ, അടുത്ത് കാണാൻ പോണ സിനിമയുടെ ഒരു സാമ്പിള്. മാമ്പഴം വെക്കണവൻ ഒരു കഷ്ണം പൂളി തരും, കഴിച്ചു നോക്കണം സാറേ. അത് കഴിച്ച് ആ തരക്കേടില്ല, 2 കിലോ എടുക്കുക. അതുപോലെ 9മസ്കന്ധം കഴിയാറാകുമ്പോൾ ഒരു 3 ശ്ലോകം കൃഷ്ണൻ്റെ ചരിത്രം അതിസംക്ഷിപ്തം. അത് കഴിഞ്ഞപ്പോഴാണ് ദശമസ്കന്ധം ആരംഭിക്കുന്നത്. സങ്കടം സഹിക്കണില്ല കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിന്. ഇതെന്താ അങ്ങിങ്ങനെ കാണിക്കുന്നത്, ഞാൻ ശ്രദ്ധിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഓടിച്ചു പറയുക കഥകൾ. ഞാൻ കാത്തിരിക്കുകയാണ് കൃഷ്ണകഥ കേൾക്കാൻ. അങ്ങ് കാണുന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്ന് 1 ഇഞ്ച് പോലും ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങണില്ല. നൈഷ അതിദുസ്സഹ ക്ഷുത് മാം ത്യക്തോദമപി ബാധത്തെ. ഞാൻ വെള്ളം കുടിച്ചോ? ഇല്ല. ആഹാരം കഴിച്ചോ? ഇല്ല. സാധാരണഗതിയിൽ എത്ര മനോനിയന്ത്രണമുള്ളവനും കുറേ കഴിയുമ്പോൾ നിയന്ത്രണമൊക്കെ കൈവിട്ടു പോവും. ഞാൻ അങ്ങനെയല്ല. നൈഷ അതിദുസ്സഹ ക്ഷുത്, സഹിക്കുകയ്യാത്ത, സാധാരണക്കാർക്ക് പൊറുക്കാൻ കഴിയാത്തതാണ്. ദേവീഭാഗവതത്തിൽ വിശ്വാമിത്രന് വിശപ്പടങ്ങാതെ വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തിന്നാണ്ട് വയ്യ. നോക്കിയപ്പോൾ ഒരു വേടൻ്റെ കുടിൽ, ആ കുടിലിൻ്റെ അടുത്ത് ചെന്നു. ഓലപ്പെരയാണ്. ആ ഓല മെല്ലെ പൊക്കി നോക്കിയപ്പോൾ എല്ലാം കൂടി ഒരു മുറിയേ ഉള്ളൂ. ഡ്രോയിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, സ്റ്റോർ റൂം ഒക്കെ കൂടിയിട്ടൊന്നാണ്. ഒരു അടുപ്പ്, അതിലൊരു പാത്രം, ഒരു മൺപാത്രം, അതിലെന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവൂ, പട്ടിണി കിടന്ന് ചാവാണ്ട കഴിക്കാം. അടുത്ത് ചെന്ന് ഇളക്കി നോക്കാൻ നോക്കിയപ്പോൾ ഗൃഹനാഥൻ അപ്പുറത്ത് കിടപ്പുണ്ട്. കണ്ണുമിഴിച്ചു. അങ്ങ് ആരാ? ഞാൻ വിശ്വാമിത്രൻ. എന്താ ചെയ്യാൻ ഭാവം? ഞാൻ ഈ പാത്രത്തിലുള്ള ആഹാരം കഴിക്കുക. അയ്യോ, അത് പന്നി മാംസമാണ്. എന്ത് മാംസമായാലും വിരോധമില്ല,
പട്ടിമാംസമായാലും ഞാൻ കഴിക്കും. എന്താ ഇത്ര വലിയ മുനി, പക്ഷേ വിശപ്പ് സഹിച്ചില്ല. ആ സ്ഥാനത്ത് പരീക്ഷിത്ത് പറയണു, നൈഷ അതിദുസ്സഹ ക്ഷന്മ. വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു, ശരിയാണ്, ഞാൻ കഴിക്കാൻ പാടില്ല, പക്ഷേ കഴിക്കുന്നു എന്തുകൊണ്ട്? പുറത്തുനിന്ന് എനിക്കൊന്നും തിന്നാൻ കിട്ടണില്ല, അതുകൊണ്ട്. എന്തേ പുറത്തുനിന്നൊന്നും തിന്നാൻ കിട്ടാത്തത്? വേണ്ട നേരത്ത് ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ല. അപ്പോൾ ഒരു ഡ്യൂട്ടി തെറ്റിച്ചു ഇന്ദ്രൻ ഡ്യൂട്ടി തെറ്റിച്ചതുകൊണ്ട് എനിക്ക് ആഹാരം മുടങ്ങി. എൻ്റെ ആഹാരം മുടങ്ങാൻ കാരണം ഇന്ദ്രനാണ്. അപ്പോൾ ആഹാരത്തിന് പകരം വേറെ വല്ലതും ഞാൻ കഴിച്ചാൽ അതിൻ്റെ പാപം ഇന്ദ്രന്, എനിക്കല്ല. ഇങ്ങനൊരു യുക്തി പറഞ്ഞു എന്നാണ് പറയാൻ കാരണം. വിശപ്പ് വിശ്വാമിത്രനെ പോലുള്ള ഒരാൾക്ക് പോലും പൊറുക്കാൻ കഴിയില്ലെങ്കിൽ പരീക്ഷത്തിന് പൊറുക്കാം. നൈഷ അതിദുസ്സഹ ക്ഷുത് മാം ത്യക്തോദമപി ബാധത്തെ. ഉദം ജലം പോലും കഴിക്കാതെ ഞാൻ അങ്ങയുടെ മുമ്പിലിരുന്ന് ശ്രദ്ധാപൂർവം കൃഷ്ണകഥ കേൾക്കുകയാണ്. ഭാഗവതം തന്നെ കൃഷ്ണകഥ പറയാനാണ് പ്രധാനം. ഭാഗവതത്തിലെ ആരംഭത്തിൽ തന്നെ അവതാരങ്ങളെടുത്തു ഭഗവാൻ എന്ന് പറയുമ്പോൾ അനവധി അവതാരങ്ങൾ പേരെടുത്ത് പറയണം. എന്നിട്ട് അവിടെ ഇതെല്ലാം അവതാരങ്ങൾ ഭഗവാന്റെ വൈഭവങ്ങൾ വെളിപ്പെടുത്തുന്നതാണെങ്കിലും കൃഷ്ണസ്തു ഏതേതു അംശകലാഹ പംസഹ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എല്ലാ കലകളോടും കൂടി വന്ന ഒരവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. ആ കൃഷ്ണനെ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു തരുന്നു. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തി ആദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഇതിലടങ്ങി കൃഷ്ണൻ്റെ മഹിമ. മഹാമുനി, ഇതിനു മേലെ ഇനി എന്ത് പറയാൻ? ആരാണ് കൃഷ്ണൻ? സച്ചിദാനന്ദരൂപായ. സത്ത് ചിത്ത് ആനന്ദം. സത്തച്ച ഉള്ളത്, എല്ലാം ഉള്ളതല്ല. ആദ്യത്തെ ശ്ലോകം സ്വാമിജി എന്ന് വ്യാഖ്യാനിച്ചു. എത്ര ത്രിസർഗോ മൃഷ. ഭഗവാനിൽ മായ, ഭഗവാന്റെ പ്രവർത്തനത്തിന് ഇച്ഛയ്ക്കനുസൃതമായി മായ പ്രവർത്തിക്കുമ്പോൾ പലതും കാണുന്നു. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി, ഇതൊക്കെ ത്രിസർഗം എന്ന് പറയും. ത്രീച്ചം 3 സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇവയുടെയെല്ലാം ചില വൈഭവങ്ങളാണ് നാം കാണുന്നത്. ഇതെല്ലാം അടങ്ങി ഈശ്വരൻ മാത്രം. ഈശ്വരനിൽ നിന്ന് വന്ന് കടലൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയാം. കാറ്റില്ലാത്ത നേരത്ത് കമ്പളം വിരിച്ച പോലെ സമുദ്രം. എന്ത് മനോഹരമാണ്! ഒരു തിരി പോലും ചലനമില്ല. സുഖമായിട്ട് സൈക്കിൾ ഓടിക്കാൻ നമുക്ക് തോന്നും, നടക്കാൻ തോന്നും, കിടക്കാൻ തോന്നും. ചെറിയൊരു കാറ്റ് വരട്ടെ, ഇങ്ങനെ ഇളകും. വലിയ കാറ്റ് സുനാമി പോലെയൊക്കെ വന്നാലോ. ഇന്തോനേഷ്യയിലും സുമാത്രയിലും വന്നത് ആലപ്പുഴ വരെ വന്നു. അതാണ് അതിൻ്റെ ഭയങ്കര രൂപം. ഇതെല്ലാം അടങ്ങുകയും ചെയ്തു. അടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ട് ബാക്കി? സമുദ്രം. നിഷ്കമ്പേ നിത്യരൂപേ. നിഷ്കമ്പമാണ്, ബ്രഹ്മമാണ് എല്ലാറ്റിൻ്റെയും മൂലം. ഇത് സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് ഉള്ളത്, ചിത്ത് അറിവ്, ആനന്ദം. ഇത് മൂന്നും നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതിന് തെളിവ്. നമുക്ക് എന്തെങ്കിലും ഒരു അപായം വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയം തോന്നുന്നു. അപ്പോൾ സദ്ഭാവത്തിന് ദോഷം വരുന്നു എന്ന് വരുമ്പോൾ സഹിക്കുന്നില്ല. കംസൻ എന്തിനായി കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നത്? താൻ മരിച്ചേ എന്നുള്ള പേടിയുണ്ട്, അല്ലേ? അവനവന് വേണ്ടി ആരെ കൊല്ലാനും മടിയില്ല. ഇത് സദ്ഭാവം ഓരോരുത്തരിലും ഉണ്ട്. ഞാൻ എന്നും അതുകൊണ്ടാണ് എന്തെങ്കിലും സുഖക്കേട് വരുമ്പോഴേക്കും ആശുപത്രിയിലേക്ക് ഓടണത്.
ഡോക്ടർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപായം ഒഴിവാക്കി തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ. ചിത്ത് ജ്ഞാനം, അറിവ്, അത് എപ്പോഴും ഒരു ബലമാണ്. അത് മനസ്സിലായില്ല, ഇപ്പം മനസ്സിലായി. അത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം, മനസ്സിലായി. ആനന്ദം, ആർക്കും ആനന്ദം തന്നെയാണ്. എന്താ താൻ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണേ എന്നാരെങ്കിലും കുശല പ്രശ്നം ചെയ്യുമോ? സന്തോഷമായിട്ടിരിക്കണത് ചോദ്യം ചെയ്യേണ്ടതല്ല. എന്താ താൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം, അങ്ങനെയല്ലേ ചോദിക്കാറുള്ളൂ. എന്താ തനിക്ക് സൂക്കേടൊന്നും വരാത്ത, ഇങ്ങനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമോ? ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കണോ, അങ്ങനെയല്ലേ ചോദിക്കുക. സത്വം ചിത്തും ആനന്ദവും ശരീരത്തിനല്ല, ആത്മാവിന്. സച്ചിദാനന്ദരൂപായ വിശ്വ ഉത്പത്തി ആദി ഹേതവേ. വിശ്വത്തിൻ്റെ ഉത്പത്തി വേദമാണ് നമുക്കൊക്കെ പ്രമാണം. ഋഷിമാരിൽ കൂടി കിട്ടിയതാണ് വേദം. പ്രത്യക്ഷം, അനുമാനം തുടങ്ങിയ വഴിയിൽ കൂടി കിട്ടാത്ത അറിവ് നമുക്ക് കിട്ടുന്നത് വേദത്തിൽ കൂടി. സ്വകാമയത ബഹുസ്യാം പ്രജായേതി. ഭഗവാൻ വിചാരിച്ചു, ഭഗവാൻ സങ്കല്പിച്ചു, ഞാൻ പലതായിത്തീരട്ടെ. ഏകോഹം ബഹുസ്യാം. ഇപ്പം ഞാൻ അയാമെലോൺ, എനിക്ക് പലതാവണം. ആരാ ആവണ്ടെന്ന് കൽപ്പിക്കാൻ ഭഗവാനോട്? ആയി. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. പിന്നെ അതങ്ങനെ പലതായി ചേർന്ന് ഈ പ്രപഞ്ചം മുഴുവനും എത്ര മനോഹരമായ ഒരു കാഴ്ച ബംഗ്ലാവ് പോലെയായി. അതേസമയം അതെല്ലാം അകത്തേക്കും വരും. ഉത്പത്തി ആദി ഹേതവേ. ഉത്പത്തി, അതുപോലെ ആദി എന്ന് പറഞ്ഞാൽ മുതലായ. ഉത്പത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ? പാലനം, സൃഷ്ടി, സ്ഥിതി, അത് കഴിഞ്ഞാൽ സംഹാരം. ഇതിന് മൂന്നിനും, ഉണ്ടാക്കാനും നിലനിർത്താനും ഇല്ലാതാക്കാനും ആരാണോ മൂലകാരണം, അങ്ങനെയുള്ള കൃഷ്ണന് നമസ്കാരം. അപ്പം നമ്മുടെ സർവസ്വമാണ് കൃഷ്ണൻ. നമ്മളുണ്ടായത്, നമ്മൾ നിലനിൽക്കുന്നത്, നമ്മളില്ലാതാവാൻ പോണത്, എല്ലാറ്റിൻ്റെയും മൂലകാരണം ഭഗവാൻ. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം. മാഹാത്മ്യത്തിൽ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. അങ്ങനെയുള്ള കൃഷ്ണന് നമസ്കാരം അർപ്പിച്ചുകൊണ്ടാണ് മാഹാത്മ്യം ആരംഭിക്കുന്നത്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഇത് മൂന്ന് ക്വാളിറ്റീസാണ്. അതിന് ആൾരൂപം കൊടുത്തു. എന്നിട്ട് നാരദൻ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യണം. ഭക്തിദേവിയുടെ മക്കളാണത്ര ജ്ഞാനവും വൈരാഗ്യവും. കഥയിലങ്ങനെ തത്വങ്ങൾ കഥയിലൂടെ പറയണം. ഭക്തിദേവി സങ്കടപ്പെട്ടിരിക്കണു, കുറേ തോഴിമാരും കൂടെ ഉണ്ട്, നിങ്ങളൊക്കെ എന്താ സങ്കടപ്പെട്ടിരിക്കണമെന്ന് നാരദൻ. എന്താ പറയുക നാരദരെ, എൻ്റെ ഗതികേട് നോക്കൂ. ഇതാ ഈ കുഞ്ഞ് എൻ്റെ മൂത്ത മകൻ, ഇതാ ഈ കുഞ്ഞ് രണ്ടാമത്തെ മകൻ. ഇവൻ്റെ പേര് ജ്ഞാനം, ഇവൻ്റെ പേര് വൈരാഗ്യം. ഞാനാണ് ഇവരെ രണ്ടുപേരെയും പെറ്റ തള്ള. ഏത് തള്ളയ്ക്കാണ് സങ്കടം വരാണ്ടിരിക്കുക? അവനവൻ്റെ കുട്ടികൾ മരിച്ച പോലെ കിടക്കുക. ഞാൻ ഏതാണ്ട് യൗവനത്തിൽ തന്നെ നിൽക്കുന്നു, ഇവർ രണ്ടുപേരും അള്ളിപ്പിടിച്ച പോലെ ഇരിക്കണം, വാടി തളർന്ന്. ഈ സങ്കടം ഒന്ന് തീർത്ത് തരും. നാരദനും തീർത്തു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങേര് ചെല്ലണു സനകാദികളെ കാണാൻ. സനകാദികളെ കാണാനല്ല, ഏകാന്തത്തിലിരുന്ന് ആലോചിക്കുക, എന്താണ് ഈ ഭക്തിദേവിയുടെ സങ്കടം തീർത്തു കൊടുക്കാൻ മാർഗം. അപ്പോൾ അവിടെ 4 പേര് വരികയാണ്, സനകാദികൾ. കഥം ബ്രഹ്മൻ ദീനമുഖ വൈ ആർ യു വറീഡ്. എന്തു പറ്റി? നാരദനെപ്പോഴും പ്രസന്നനാ, ഭഗവാന്റെ ഒപ്പം ജീവിക്കുന്ന ആളാണ്. എന്തു പറ്റി? എൻ്റെ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല, ഭക്തിദേവിയുടെ സങ്കടം. ജ്ഞാനം വൈരാഗ്യം ഇത് രണ്ടും ഒന്ന് ഉഷാറായാൽ
ഭക്തിദേവിക്ക് സന്തോഷമായി. മക്കൾ ഈ നിലയിൽ കിടന്ന് ഏത് അമ്മയ്ക്കാണ് സങ്കടം വരാണ്ടിരിക്കുക? അതിന് വഴിയുണ്ട്. എന്ത് വഴി? ഭാഗവതം കേൾപ്പിക്കാം. അങ്ങനെ 12 സ്കന്ധമുള്ള ഭാഗവതം കേൾപ്പിച്ച് അതിന് ശാസ്ത്രം എന്ന് പേര് വെച്ചു. ഇതം ഭാഗവതം നാമ ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. കലിയുഗത്തിലുള്ളവർക്ക് ജീവിത ശാസ്ത്രം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ സ്വീകരിക്കണം എന്ന് വെടുപ്പായിട്ട് പറഞ്ഞു തരുന്ന ഈ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ? പ്രായോഗികമായ കാര്യങ്ങൾ പറഞ്ഞു തരും, ഉദാഹരണങ്ങൾ പറഞ്ഞു തരും. കണക്കോ സയൻസോ എന്തെടുത്താലും അതങ്ങനെയല്ലേ രീതി. ആദ്യം തിയറി, പിന്നെ പ്രാക്ടിക്കൽ, രണ്ടും കൂടി വരുമ്പോഴാണ് മുഴുവനാവുക. ഭഗവാനെ ഭജിക്കണം എന്ന് പറഞ്ഞാൽ പോരാ, എങ്ങനെ ഭജിക്കണം, എന്തിന് ഭജിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉദാഹരണങ്ങളിൽ കൂടി. എന്ത് എതിർപ്പ് വന്നാലും ഭക്തന്മാർ ഭയപ്പെടാതെ ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കും. ഉദാഹരണം പ്രഹ്ലാദൻ. എത്രയോ ഉണ്ട് ഭാഗവതം. എല്ലാ കഥകളൊന്നും ഭാഗവതത്തിൽ പറയില്ല, കുറച്ച് രേഖപ്പെടുത്തി വെച്ചു. ഇനി എത്രയോ എഴുതപ്പെടാത്ത കഥകളുണ്ട്. ഓരോ വ്യക്തിക്കുമുണ്ട് കഥകൾ. ഗുരുവായൂരപ്പൻ്റെ മഹിമയെപ്പറ്റി ധാരാളം ആളുകൾ പറയും. അതെല്ലാം പുസ്തകങ്ങളിലൊന്നും എഴുതി വച്ചിട്ടില്ല. അതൊക്കെ അവരവരുടെ അനുഭവം. നമുക്ക് നമ്മുടേതായ ഒരു അനുഭവം ഉണ്ടാക്കുക. ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വെളിച്ചം, വേദ്യം വാസ്തവമത്ര വസ്തുശിവദം, അത് കിട്ടും വരെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലാനി, ഒരു വാട്ടം മനസ്സൊന്ന് നീങ്ങി എനിക്കൊരു സമാധാനം കിട്ടി. ഞാനുണ്ട്, ഭയപ്പെടണ്ട, എത്രയോ പേരെ ഞാൻ ആപത്തിൽ രക്ഷിച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അത് എനിക്കും ആപ്ലിക്കബിളാണല്ലോ. അങ്ങനെ നമ്മെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുകയും അതിൻ്റെ ഫലമായി ഭക്തി വളരുകയും ഭക്തിയുടെ സന്താനങ്ങൾ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ ജ്ഞാനവൈരാഗ്യങ്ങൾ. ഈശ്വരനാണ് സത്യം പരം ധീമഹി, പരമസത്യം ഈശ്വരൻ. അതിനെ മറന്നിട്ട് വേറെ ഒന്നും ഓർമ്മിച്ചിട്ട് കാര്യമില്ല. അതുപോലെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? തുച്ഛവസ്തുക്കളിൽ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താതിരിക്കുക. അപ്പോൾ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവ മൂന്നും വളർന്നാൽ മനുഷ്യൻ വിവേകിയാവും, വകതിരിവുള്ളവനാവും. ഈ വകതിരിവുള്ളവനാക്കി തീർക്കുക മനുഷ്യനെ എന്നുള്ള മഹത്തായ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് മഹാമുനിയായ വ്യാസൻ നമുക്ക് ഭാഗവതം തന്നത്. ആ ഭാഗവതം ഇവിടെ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാം. വളരെ ഭാഗ്യം കൊണ്ട് മാത്രമേ ഭാഗവതം കേൾക്കാൻ കിട്ടൂ. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് എന്നാണ്. ജന്മാന്തരത്തിൽ പുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഭാഗവതം കിട്ടൂ, അല്ലെങ്കിൽ കിട്ടില്ല. നാമൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇവിടെയൊക്കെ ഒത്തുകൂടിയത്. വരും ദിവസങ്ങളിലും ഇതുപോലെ അനേകം വിഷയങ്ങൾ നമ്മെ ധരിപ്പിക്കാനുള്ള പണ്ഡിതന്മാർ വരും. അവരെല്ലാം നമുക്ക് വേണ്ടി വരുന്നു. പല തിരക്കുള്ളവരുണ്ടാവും. എങ്കിലും പാർലിക്കാട്ട് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് വിളിച്ചാൽ പോവാതിരിക്കാൻ വയ്യ എന്നൊരു ദൃഢബന്ധം ഈ സത്രത്തിനും ഈ പണ്ഡിതന്മാർക്കും ഇടയിലുണ്ട്. അത് നമുക്കൊരു ഭാഗ്യമാണ്. നാം ഈ പുണ്യ നഗരിയിൽ, പുരാണ നഗരിയിൽ, നൈമിഷാരണ്യത്തിലിരുന്നുകൊണ്ട് ഭഗവൻ മഹിമകൾ കേട്ട് ഭാഗവതത്തിൻ്റെ തത്വത്തെ ഉൾക്കൊണ്ടാൽ തീർച്ചയായും ജന്മസാഫല്യമുണ്ടാവും. അതെല്ലാവർക്കും കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.